ഇത് മനുഷ്യരുടെ സ്നേഹമല്ല, അதைയും താണ്ടി പുനിതമായത്. എന്താ പുനിതം? എന്താ പറ. അല്ല, എനിക്കും അറിയില്ല, അതാ ചോദിച്ചേ. എന്ത് ഭയങ്കര ദൈവികമാണെന്നറിയാം. അപ്പൊ പുനിതം മാത്രം ഒന്ന് പാടണം കേട്ടോ. മനിതരുടർന്ന കൊള്ള മനിതർ കാതലല്ല, അதைയും താണ്ടി. ഓ, കിടിലും പാട്ടുകാരായിരുന്നല്ലേ. ഒന്നുകൂടെ. മനിതരുടർന്ന കൊള്ള ഇത് മനിതർ കാതലല്ല, അதைയും താണ്ടി. സൂപ്പർ. എല്ലാ പ്രിയപ്പെട്ട ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും കുഞ്ഞനുജത്തി അനുജന്മാർക്കും നമസ്കാരം. ഒത്തിരി സന്തോഷം. അയ്യോ, എത്ര നാളായി വന്നിട്ട് വയനാട്? എനിക്ക് തോന്നുന്നു 2 വർഷമായി തോന്നുന്നു. നമ്മുടെ ന്യൂ ഇയറിന് ഒരു ബോച്ചെ 1000 ഏക്കർ കാപ്പിത്തോട്ടത്തില്, അതിവിടെ അടുത്താണോ? ആണോ? പക്ഷെ കുറച്ച് ദൂരം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? എന്തായാലും വയനാട് വരുമ്പോൾ ഞങ്ങൾക്ക് തന്നെ ഒരു 2 മാസം മുന്നേ ഞങ്ങൾക്കും ഒരു സന്തോഷം തുടങ്ങും. കാരണം കോഴിക്കോട് നിന്ന് പിന്നെ അങ്ങ് ചുരം കയറുമ്പോൾ നമുക്ക് പ്രോഗ്രാമിന് വരുന്ന പോലെയല്ല. വയനാട് കാറ്റ്, തണുപ്പ്, ഒരു കാപ്പിത്തോട്ടങ്ങള്, എങ്ങും പച്ചപ്പ്, പുഴകള്, റിസോർട്ടുകള്, നല്ല വഴി, നല്ല മനുഷ്യര്. ഇതൊക്കെ ശരിക്കും നിങ്ങൾ ഇവിടെ താമസിച്ച് നല്ല ശുദ്ധരും നിഷ്കളങ്കരും ഒന്നും കൂടെ നല്ല മനുഷ്യരായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. കാരണം ടൗണിൻ്റെതായ മറ്റേ അഴുക്ക ചിന്താതികളൊന്നും നിങ്ങൾക്ക് ബാധിച്ചിട്ടില്ല. നിങ്ങളൊരു കുടുംബം പോലെ അങ്ങ് സ്നേഹത്തോടെ ഇഴുകിച്ചേർന്ന് ഒരമ്മ പെറ്റ മക്കളെ പോലെ അമ്പലവയൽ ഇങ്ങനെ താമസിക്കുകയാണ്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? തുടങ്ങിക്കോട്ടെ. എന്നെ അനുഗ്രഹിക്കൂ, തലയിൽ കൈവച്ച് അനുഗ്രഹിക്കൂ. അമ്മേ, സാരി എങ്ങനെയുണ്ട്? നിങ്ങളുടെ അത്രയൊന്നും വരികയല്ലെങ്കിലും കുഴപ്പമില്ലല്ലോ. ഓക്കെ അല്ലേ? ഓക്കെ, റെഡി.